നേരത്തെ പറഞ്ഞ പോലെ പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്ന അധ്യായത്തിലെ 28ാമത്തെ ശ്ലോകം പറഞ്ഞുകൊണ്ട് ഞാനിത് നിർത്തുന്നു. അതായത് സമം സർവേഷു ഭൂതേഷു തിഷ്ടന്തം പരമേശ്വരം വിനശ്വസ്യ വിനശ്യന്ത്യം യ പശ്യതി സ പശ്യതി എന്ന് പറഞ്ഞാൽ ആരാണോ എല്ലാ ജീവജാലങ്ങളിലും ഒരുപോലെ ഇരിക്കുന്ന, ഒരുപോലെ കുടികൊള്ളുന്ന പരമാത്മാവിനെ ദർശിക്കുന്നത്, അതായത് അവര് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ അനശ്വരമായതിനെക്കാട്ടിലും ഉത്കൃഷ്ടമായിട്ടുള്ള അങ്ങനെ എല്ലാ ജീവികളിലും ഇരിക്കുന്ന പരമാത്മാവിനെ ആരാണോ ദർശിക്കുന്നത് അവർ യഥാർത്ഥത്തിൽ ദർശിക്കുന്നു. അതായത് നമ്മൾക്ക് എത്രത്തോളം കാലം നമ്മൾ ഒരു ജീവി, അതായത് ഇപ്പം മനുഷ്യരായിക്കോട്ടെ ഏത് ജീവജാലങ്ങളോ ആയിക്കോട്ടെ, നമ്മൾ അവരുടെ ഉള്ളിലിരിക്കുന്ന പരമാത്മാവിനെ എത്ര കാലത്തോളം നമുക്ക് ദർശിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഒന്നും ദർശിക്കുന്നില്ല. നമ്മൾ ഈ ഭൂമിയിലെ ഭൗതികപരമായിട്ടുള്ള യോഗമായയുടെ ഇൻഫ്ലുവൻസിൽ ഭൂമിയിലെ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ദർശിക്കുന്നത്. അപ്പം ഭഗവാൻ പറയുന്നത് ആരാണോ ആ പരമാത്മാവിനെ ദർശിക്കാൻ കഴിയുന്നത് അവരെ യഥാർത്ഥത്തിൽ ദർശിക്കുന്നു എന്ന്